നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ, ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഈ കഷ്ണം മുറിച്ച് മാറ്റുകയാണ്. അത് പഴുക്കാൻ വേണ്ടി വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ആണ് എടുക്കുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് പുളി ഉണ്ടാവുമല്ലോ. ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ, കളറ് മാറിയിട്ടുണ്ട്, പക്ഷേ നല്ല പഴുപ്പായിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയ പീസേ വെക്കണുള്ളൂ. അതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള പീസാണ് എടുക്കുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് നല്ല പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ചെടി പോലുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. അപ്പോൾ നന്നായിട്ട് തൊലി ചെത്തിക്കളയുക. അതിൻ്റെ ആ ചെറിയ മുള്ളുള്ള ഇതൊക്കെ പോർഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ കട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു പ്രാവശ്യം കണ്ടാൽ അറിയാലോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് അരിയേണ്ടത്. അപ്പോൾ ഇത് ചെറിയ മധുരം ഉണ്ട് കേട്ടോ, ചെറിയ മധുരമുണ്ട്, പുളിയുണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ച പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ, അപ്പോഴേ പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവ് ആവുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ചെറിയൊരു ശർക്കരൻ്റെ പീസ് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര കല്ലില്ലാത്തതാണെങ്കിൽ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഈ പൈനാപ്പിൾ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഉരുക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കല്ലൊന്നും ഇല്ലായിരുന്നു, നല്ല ശർക്കരയായിരുന്നു. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഏതായാലും കേടല്ലേ, അപ്പോൾ എന്നാലും ശർക്കര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ശർക്കരയും കൂടി ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഈ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വറ്റാനുണ്ട്. അതും കൂടെ വറ്റിയാൽ ഇതിലേക്ക് അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പിടി തേങ്ങ ഉള്ളൂ കേട്ടോ, ഇത് കുറച്ചല്ലേ ഞാൻ വെക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച കടുകാണ് കേട്ടോ. അതും കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ അതാ ഈ ശർക്കരയൊക്കെ ഇതിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ അരപ്പിൽ പിന്നെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മിക്സിയിൽ ഉള്ള വെള്ളം ഒന്ന് ചേർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു വെള്ളത്തോടെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടെന്ന് വെച്ചാൽ മതി, അരപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അത് ടേസ്റ്റൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് ഇതിലൊരു ഭംഗിക്കും വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്കുള്ള താളിപ്പും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക.
അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ച പൈനാപ്പിളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ മുന്തിരിയൊക്കെ അതിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ആ മുന്തിരി ഇങ്ങനെ വേറിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചിലർക്ക് മുന്തിരിയൊന്നും ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ആ മുന്തിരിയൊക്കെ എടുത്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുന്തിരി ഇടണ്ട കേട്ടോ. മുന്തിരി ഇട്ടു എന്ന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിലർ ഇതിൽ തൈര് ചേർക്കലുണ്ട്. ഞാനിപ്പോൾ ഇത് തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ഇതിൽ പുളി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ തൈരിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അരപ്പ് ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുളിഞ്ചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ പൈനാപ്പിൾ പച്ചടിയും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.